ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇത്തിരി വീഡിയോ നോക്കാൻ എടുക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം കുറച്ച് ദിവസം നമ്മുടെ ഇൻട്രോൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഇൻട്രോ അല്ല നമ്മുടെ ലോഗോൻ്റെ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. സോ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യും, ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ലോഗോൻ്റെ വീഡിയോ ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു മാസ്കോട്ട് ലോഗോ ആണ്. സോ നിങ്ങൾ തമ്മിൽ കണ്ടു എന്ന് വിശ്വസിക്കും. സോ അതിൻ്റെയാണ് ചെയ്യാണ്ട് പോകുന്നത്. സോ പ്രിവ്യൂ ഞാനിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ഒരു PC യിൽ ചെയ്യാൻ പറ്റുന്നൊരു ഇൻട്രോൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് കൈൻ മാസ്റ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല കണ്ടന്റ് ആയിരിക്കും. സോ മാക്സിമം ഞാൻ നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ അത് ചെയ്യാവുന്നതാണ്. സോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കണ്ടന്റ് നല്ല രീതിക്ക് കുറവാണ്. സോ താല്പര്യമുള്ള മച്ചന്മാരാണ് എന്നുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ മാസ്കോട്ടുകാരൻ തന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ IG ഇൻവേഴ്സ് GFX എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. സോ നല്ല രീതിക്ക് സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. സോ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റയിൽ പോയിട്ട് ജസ്റ്റ് IG ഇൻവേഴ്സ് GFX എന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ വരില്ല, അല്ലെങ്കിൽ ഇൻവേഴ്സ് ആർട്സ് എന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ വരും. സോ ടോക്സിക് റൈനൊക്കെ വരച്ചിട്ടുള്ള ഒരു പുള്ളിയാണ്. സോ നിങ്ങൾക്ക് വെക്ടർ ആർട്ടൊക്കെ പെയ്ഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുക. സോ ഇൻസ്റ്റയിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി IG ഇൻവേഴ്സ് GFX. ഓക്കെ, സോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പുള്ളിക്കാരനെ കിട്ടും. സോ വെക്ടർ ആർട്ടൊക്കെ പെയ്ഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാക്ക് പാസ്വേഡ്. സോ നമ്മൾ ചെയ്തൊരു പാക്ക് അല്ല. സോ അതുകൊണ്ട് അതായത് മാസ്കോട്ട് ഞാൻ വരച്ച മാസ്കോട്ട് കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫ്രീലി അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പാസ്വേഡ് വീഡിയോയ്ക്ക് അതുണ്ട്. സോ 2 പ്രാവശ്യം ഞാൻ കൊടുക്കാം, അതായത് 2 സ്ഥലത്തായിട്ട് ഞാൻ കൊടുക്കാം. സോ താല്പര്യമുള്ള മച്ചമാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കാര്യം കിട്ടും. സോ ഇനി നമ്മുടെ വീഡിയോയിൽ അധികം പാസ്വേഡ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കുറേ നാളെ പാസ്വേഡ് കാര്യം ഒഴിവാക്കിയിട്ട്, സോ ഇത് നമുക്ക് പാസ്വേഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ പാസ്വേഡ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പാസ്വേഡ് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ കിട്ടും. സോ ഒട്ട് തന്നെ സമയങ്ങളായിട്ട് നമുക്ക് നേരെ വിടും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ പിക്സൽ ലാബ്, ഓക്കെ, സോ കൈൻ മാസ്റ്ററിലെ പിക്സൽ ലാബ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം നിങ്ങളുടെ നെയിം കാർഡിൽ അടിച്ചു കൊടുക്കുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയാണ്. സാധാരണ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫുൾ നെയിം അടിച്ചു കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒരു ലെറ്ററും പിന്നെ ലാസ്റ്റത്തെ ഒരു ലെറ്റർ കാര്യങ്ങൾ വലുതാക്കി അടിച്ചു കൊടുക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഫസ്റ്റത്തെ 2 ലെറ്ററും ലാസ്റ്റത്തെ 2 ലെറ്ററും കൂടെ വലുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു മാസ്കോട്ട് ആ ഒരു ടൈപ്പിലാണ്. സോ നമുക്കത് മാച്ചിങ് ആയിട്ടുള്ള രീതിക്ക് ചെയ്താലും നമുക്കത് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ 2 ലെറ്ററും ലാസ്റ്റത്തെ 2 ലെറ്ററും വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പം പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഡാമേജസ് ആണ്. സോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ഫോണ്ട് നമ്മുടെ പിക്സൽ ലാബിലോട്ട് ആഡ് ചെയ്യാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനൽ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താല്പര്യമുള്ള മച്ചന്മാരാണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ എങ്ങനെയാണ് ഫോണ്ട് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക, സോ നമ്മുടെ പിക്സൽ ലാബിലോട്ട് എങ്ങനെ കൊണ്ടുവരിക, അതെല്ലാം നമ്മൾ ആ ഒരു സെക്കൻഡ് ചാനലിൻ്റെ ആ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ താല്പര്യമുള്ള മച്ചന്മാരുണ്ടല്ലോ, സോ അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റത്തെ 2 ലെറ്റർ ആൻഡ് ലാസ്റ്റത്തെ 2 ലെറ്റർ കാര്യങ്ങൾ വെട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഫസ്റ്റത്തെ 2 ലെറ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കി ലെറ്റേഴ്സ്, പിന്നെ ലാസ്റ്റ് 2 ലെറ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ വലുതാക്കി വെക്കാം. പക്ഷേ ഈ ഒരു രീതിക്ക് വലുതാക്കി വെക്കുക. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഡാമേജസ് ആണ്. സോ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫോണ്ട് ഏതാണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങൾക്ക് ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആക്കുക, അൾട്രയിലിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മൾ PS ടച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൊടുക്കാണ്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ മറക്കാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ സെലക്ട് പിക്സൽസ് അടിക്കുക. സോ ഈ ഒരു മോഡ് മൈനസിലോട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മളോട് ഗ്രേഡിയൻറ്റ് കാര്യം എടുക്കുകയാണ്. സോ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. തമിഴ് ട്യൂട്ടോറിയൽ വീഡിയോ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ നമ്മൾ ഗ്രേഡിയൻറ്റ് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലെയറിൽ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫോം ഫുള്ളിലോട്ട് ഇട്ട് കൊടുക്കുക, ആൻഡ് നമ്മുടെ ആ ഒരു കളർ കാര്യങ്ങൾ ഫുൾ ബ്ലാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം കൂടി ചെയ്യാവുന്നതാണ്. നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു ബോർഡർ കട്ട് ചെയ്യാവും. സോ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യുന്നുണ്ട്. സോ കുറച്ച് രീതിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരുപാട് ഫുള്ളാക്കി ഇടുന്നില്ല. ഓക്കെ, സോ ഫുള്ളാക്കി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. സോ മാക്സിമം ഫുള്ളാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഇല്ല. സോ ഇവിടെ നിങ്ങൾക്കൊരു ഹോൾ കാര്യം കാണാനുണ്ട്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഫില്ല് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ കാര്യങ്ങൾ പോകും. ഓക്കെ,
സോ അതുപോലെ ഹോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ ഈ ഒരു രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയതിന് ശേഷം, അതായത് ഇവിടെ നമ്മുടെ സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റെപ്പ് രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സോ നമ്മളിതിനകത്ത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മളിതിനകത്ത് സാധാരണ രീതിക്ക് ടെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 4 എഡ്ജിലും ഒരു പോയിൻറ്റിങ്ങും കൊടുക്കാം. സോ ആ ഒരു രീതിക്ക് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ടെക്സ്റ്റ് ട്യൂട്ടോറിയൽ വീണ്ടും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താല്പര്യമുള്ള മച്ചന്മാരാണെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഈ ഒരു ഇതിലാണ് സേവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം 2 ലെയറും കൂടെ ഒന്ന് മെർജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു PNG ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെല്ലാത്തിൻ്റെയും ഫയൽസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഷീൽഡ് നിങ്ങൾക്ക് എല്ലാ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ ഇതിനകത്ത് നമ്മൾ മാസ്കോട്ടിൻ്റെ ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പം പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഷീൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. സോ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് എന്താണ് മാസ്കോട്ട് ഷീൽഡ് പാക്ക് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് ഷീൽഡ് കാലം കിട്ടും, ഒരുപാട് ഷീൽഡ് കാലം കിട്ടും. സോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അത് ഞാൻ ചെയ്യുന്ന തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കുന്നില്ല. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡൗൺലോഡ്സിൽ പോയതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഷീൽഡ് കാര്യങ്ങൾ എടുക്കുക. അത് നിങ്ങൾക്ക് ഏത് ഷീൽഡാണെന്ന് വെച്ചാൽ അത് എടുക്കുക. സോ ഇതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്, കാരണം ഈ ഒരു ലോഗോന് മാച്ച് ചെയ്തിട്ട് വരുന്ന ഷീൽഡ് കുറച്ചുകൂടെ ഇതായിരിക്കും എന്ന് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ഷീൽഡ് എടുത്തിട്ടുണ്ട്. സോ അതെല്ലാം ഏറ്റവും താഴോട്ട്, അത് ഷീൽഡ് ഏറ്റവും താഴോട്ട്, അതിൻ്റെ മേലെ മാസ്കോട്ട്, അതിൻ്റെ മേലെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ആ ഒരു രീതിക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ക്യാരക്ടർ മാസ്കോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതാക്കുവാണ്. സോ അതായത് നമ്മുടെ ആ ഒരു കൈ ഈ ഒരു ഷീൽഡിൻ്റെ പുറത്തോട്ട് പോകുക, അതായത് ഷീൽഡും കാണണം കൈയും കാണണം. സോ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോം എന്നിട്ട് ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടൂൾ വെച്ച് നിങ്ങൾക്ക് ചെറുതായിട്ട് പോയിന്റ് ആ ഒരു രീതിക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ലെയർ നമ്മൾ വിസിബിൾ ആക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കുക. സോ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ കളർ നിങ്ങൾക്ക് വേറെ ഇതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള കളറുകൾ എടുത്ത് എന്നുള്ളതാണ്. സോ ഗ്രേഡിനൊക്കെ കൊടുക്കുന്ന എല്ലാം സെയിം ആണ്. സോ കളർ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സെലക്ട് ചെയ്യുന്ന കളർ മാത്രം മാറ്റി കൊടുക്കുക. സോ നമ്മളിവിടെ ഷീൽഡിൻ്റെ കളർ മാറ്റാനായിട്ട് ബാക്കിൽ ആ ഒരു ഷീൽഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ആ ഒരു ഓപ്ഷൻ ഫുള്ള് കുറച്ചിട്ടു. സോ യെല്ലോ സെലക്ട് ചെയ്തു. സോ യെല്ലോ സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഈ ഒരു സംഭവം കുറച്ചിട്ടാൽ മതി. സോ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ആ ഒരു ബാർ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു യെല്ലോൻ്റെ ഇൻറ്റൻസിറ്റി കാലം കുറയ്ക്കാണ്ട് പറ്റും. സോ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കാലം കുറച്ചിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു യെല്ലോ ആണ്, യെല്ലോ അല്ലാത്ത ആ ഒരു രീതിക്ക് നമുക്ക് കളർ കാലം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒന്ന് മെർജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതെല്ലാം കൂടെ മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ മെർജ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രോ എന്ന് പറയുന്നൊരു നമ്മുടെ നെയിം എന്ന് പറഞ്ഞാൽ ബ്രൂക്ലിൻ പ്രോ വൈറ്റ് എന്നതാണ്. സോ വൈറ്റ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. സോ പ്രോ എന്നുള്ള ആ ഒരു നെയിം കാര്യങ്ങൾ നമ്മളിവിടെ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ പിക്സൽ ആപ്പിൽ ചെയ്തിട്ടുണ്ടായി. സോ അത് ഞാൻ പറഞ്ഞില്ല, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. സോ അത് നിങ്ങളത് ചെയ്യാണ്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് ഒരു യെല്ലോ കളർ കാര്യങ്ങൾ കൊടുക്കുവാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. സോ ഇന്ന കളർ കൊടുക്കണം, ഈ ഒരു കളർ കൊടുക്കരുത്, അങ്ങനെയൊന്നും നമ്മുടെ ഈ ഒരു ഇതിനകത്തില്ല. സോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സ് ചോദിച്ചനുസരിച്ച് നിങ്ങൾക്ക് ഏതായാലും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് അത് കൊടുക്കാൻ അതെല്ലാം കൂടെ മെർജ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ജസ്റ്റ് ആ ഒരു ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഒരു എംപ്റ്റി ലെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ എംപ്റ്റി ലെയർ താഴോട്ട് വലിച്ചിട്ടതിന് ശേഷം ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് സെലക്ട് പിക്സൽസ് അടിക്കുക. എംപ്റ്റി ലെയറിൽ കൊണ്ട് എക്സ്പോർട്ട് അടിക്കുക. ട്രാൻസ്ഫോം അടിച്ചതിന് ശേഷം ഫുൾ അല്ലെങ്കിൽ കുറച്ച് ബാക്കി, അതായത് ഒരു 15-16 ആ ഒരു രീതിക്ക് വെക്കാൻ, അത് വിട്ട് പോകാതിരിക്കും നല്ലത്. സോ അതിന് ശേഷം നിങ്ങളുടെ ആ ഒരു കളർ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈറ്റ് സെലക്ട് ചെയ്യാം. വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യെല്ലോ കളർ സെലക്ട് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഇവിടെ യെല്ലോ ആണ് സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു മാസ്കോട്ട് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു രീതിക്ക് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുകയാണ്, അതായത് ഈ ഒരു റീസൈസ് ചെയ്ത് വെക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷീൽഡ് നമ്മളെല്ലാം ചെയ്ത് വെച്ച ആ ഒരു നമ്മൾ മെർജ് ചെയ്ത ആ ഒരു ലെയർ കാര്യങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ ഒരു രീതിക്ക് വെക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. സോ ഞാൻ വേറൊരു നമ്മുടെ മാസ്കോട്ട് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ഷീൽഡ് ഒന്ന് ആഡ് ചെയ്തൊന്നും വെച്ച് ഇവിടെ കൊണ്ടൊന്നും വെക്കുന്നില്ല. സോ അതിന് ശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് നമ്മളൊന്ന് ആ ഒരു മാസ്കോട്ടിൻ്റെ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഭാഗം ബ്ലർ ചെയ്ത് കൊടുക്കുക. സോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൗഷ്യം ബ്ലർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷണൽ ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതും യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഫയർ എഫക്റ്റ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, മുമ്പത്തെ
കാണിച്ചില്ല മുമ്പത്തെ വീഡിയോയിലുണ്ടായിരുന്നു. സോ അത് ശേഷം അത് എടുത്തതിന് ശേഷം അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതെല്ലാം കൂടെ ഒറ്റ സിപ്പ് ഫയലായിരിക്കും. സോ പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ ഇതൊന്ന് കറക്റ്റായിട്ട് ലീനിയർ റോഡ്ജ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കളർ കാര്യങ്ങൾ ടിൻറ്റ് ഓപ്ഷൻ അടിച്ച് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പം കളർ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഞാൻ കാണിച്ചു തന്നതാണ്. സോ ടിൻറ്റ് ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് കളർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. സോ നമ്മളിപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ആ ഒരു കളർ തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. സോ അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ പിന്നെ ഞാൻ ഈ ഒരു ലോഗോ യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണ്ടി കാണിച്ചിരുന്നതാണ്. സോ ലോഗോ നമ്മൾ ഓൾറെഡി നമ്മുടെ ലോഗോ ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വേറെ ലോഗോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ അതിന് ശേഷം ജസ്റ്റ് നമ്മൾ പുതിയൊരു എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്തു. സോ അതിന് ശേഷം ആ ഒരു എംപ്റ്റി ലെയറിൽ നമ്മുടെ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു രീതിക്ക് വരച്ച് കൊടുക്കുക. ഓക്കെ, സോ ഈ രീതിക്ക് വരച്ചു കൊടുത്തതിന് ശേഷം അത് ഗൗസിയം ബ്ലർ ഫുള്ളാക്കി ഇടുക. സോ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി ഉണ്ട്, അതായത് നമ്മുടെ ആ ഒരു വരച്ച ലെയറിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളുണ്ട്. സോ അത് എടുക്കുക, നമ്മുടെ ഓൾഡ് ലെയർ സെലക്ട് ചെയ്യുക, സെലക്ട് പിക്സൽസ് അടിക്കുക, ഇവിടെ കൊണ്ട് എക്സ്ട്രാക്റ്റ് അടിക്കുക. സോ പുറത്തേക്ക് വന്ന ആ ഒരു ഭാഗം കട്ടായി പോകും. സോ ഇത് നമ്മളൊരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്തത്. സോ കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒരു ഷൈനിങ് എഫക്റ്റ് നമ്മുടെ ലോഗോസിൽ കൊടുക്കുന്നത് എന്നുള്ളത്. സോ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ സോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഷൈനിങ് എഫക്റ്റ് നമ്മുടെ ലോഗോനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ലോഗോ എന്നില്ല തമിഴിലെ ടെക്സ്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ തമിഴിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഈ ഒരു ട്രിക്ക് കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷൈനിങ് എഫക്റ്റ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അതിന് ശേഷം നിങ്ങൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫെയ്ഡ് ഓപ്ഷൻ ഹാൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫെയ്ഡ് ഓപ്ഷൻ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ഫെയ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ലാസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫയർ എഫക്റ്റ് ഉള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഫെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ലോഗോൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് തന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവേഴ്സ് GFX ആണ്. ഓക്കെ, സോ അതായത് മാസ്കോട്ട് മാത്രം തന്നത് നമ്മുടെ ഇൻവേഴ്സ് GFX ആണ്. സോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, സോ ഇൻവേഴ്സ് GFXന് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. സോ അതുപോലെ തന്നെ വെക്ടർ ആർക്ക് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ പുള്ളിക്കാരൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ അതിന് ശേഷം ഈ ഒരു രീതിക്ക് സേവ് ചെയ്യാനാണ്. സോ പിന്നെ പറയാനുള്ള ആ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അതായത് നമ്മുടെ മാസ്കോട്ട് ലോഗോ ടെക്സ്റ്റ് ഷീൽഡ്. ഓക്കെ, സോ അതായത് ലോഗോ ടെക്സ്റ്റ് ഷീൽഡ് നമ്മൾ മെർജ് ചെയ്തെടുത്ത് ആ ഒരു ലെയർ കൂടെ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്തൊക്കെയാണ് ശ്രമിക്കുക. കാരണം നിങ്ങളിപ്പോൾ അതൊരു ഇൻട്രോ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വല്ലവരും കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സംഭവം വേണം. ഓക്കെ, സോ അതായത് നിങ്ങളുടെ ഈ ഒരു ലോഗോ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഫുള്ള് എക്സ്പോർട്ട് ചെയ്ത് മെർജ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് രണ്ടാമത്തെ ആ ഒരു ഭാഗം സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് മെർജ് ചെയ്യാതിരിക്കും നല്ലത്, അതെല്ലാം ചെയ്തതിന് ശേഷം മെർജ് ചെയ്യാതിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിക്ക് വ്യത്യാസം കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, സോ അതായത് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് കരണ്ടി പോലെയൊക്കെ ഇരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അതിൻ്റെ കാര്യം മറക്കണ്ട. സോ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സോ നല്ല കണ്ടൻറ്റ് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്യുക. സോ നാളെ നമ്മൾ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നുണ്ടാവും. സോ ഞാൻ ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. സോ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ നമ്മൾ നാളെ ആ ഒരു ഇൻട്രോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്ത മച്ചന്മാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വൈകി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, അതായത് കണ്ടന്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഫ്രീ ഫയർ വേണ്ടി കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.